പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ നന്ദകുമാർ, ഈ ഇത്തരം ആധുനിക ചികിത്സാ രീതി ഇത്രയധികം വളർന്ന ഈ കാലഘട്ടത്തിലാണ് ഇപ്പോഴും വീടിനുള്ളിൽ പ്രസവം നടത്തുന്ന പ്രോത്സാഹിപ്പിക്കുന്ന സംഘങ്ങൾ വ്യാപകമാവുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭ്യമാവുന്ന വിവരം? ഞങ്ങൾ ഇത് കുറച്ചൊക്കെ പിന്തുടരുന്നുണ്ട്. കഴിഞ്ഞ വർഷം കാരക്ക മണ്ഡപത്തിൽ തിരുവനന്തപുരത്ത് സമാനമായിട്ടൊരു സംഭവം ഉണ്ടായി. ഈ രണ്ട് സംഭവങ്ങളിലും ഒരു മനുഷ്യാവകാശ ധ്വംസനം ഉണ്ട്. നമ്മുടെയൊക്കെ സ്ത്രീ ജീവിതത്തിന്റെ ഭാഗമാണ് പ്രസവം എന്നുള്ളതുകൊണ്ട് അവർക്കും ജനിക്കുന്ന ശിശുവിനും സുരക്ഷിതത്വം, ഏറ്റവും മെച്ചപ്പെട്ട സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് അവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിന്റെയും ഒരു കടമയാണ്. അതിൽ നിന്നും പിന്മാറുന്നത് സത്യത്തിൽ ക്രൂരത മാത്രമല്ല, അത് നിയമവിരുദ്ധതയും കൂടെ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇങ്ങനത്തെ വീട്ടിലെ പ്രസവങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളെന്ന് പറയുന്നത് അജ്ഞതയും സുരക്ഷിതത്വത്തിനെ നിരസിക്കലുമാണ്. സുരക്ഷിതത്വം എന്നുള്ളത് നിരസിക്കുക. സുരക്ഷിതത്വത്തിന് കണക്കുണ്ട്. ഇപ്പം ക്വാളിറ്റി ഓഫ് സർവീസ് എന്നൊക്കെ പറയുന്നതിന് നമുക്ക് കണക്കുകൾ വെച്ച് കാണിക്കാൻ പറ്റും. വീട്ടിലെ പ്രസവത്തിൽ അസാധാരണമായ വിധത്തിലുള്ള മാതൃമരണം, ശിശുമരണം, ശിശുക്കളുടെ പ്രശ്നങ്ങളൊക്കെ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കണക്കുകളുമുണ്ട്. കേരളത്തിൽ 1 ലക്ഷം പ്രസവത്തിന്റെ അകത്ത് 17 മുതൽ 19 വരെ മാതൃമരണങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 700-നും 900-നും ഇടയ്ക്കാണ് ഈ വീട്ടിലെ ആരോഗ്യ സംവിധാനത്തിന് പുറത്തുള്ള പ്രസവങ്ങൾ നടക്കുന്നത്. അതിന്റെ കണക്ക് നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷത്തിലേക്ക് വികസിപ്പിക്കുകയാണെങ്കിൽ ഏതാണ്ട് 290 അമ്മമാര് മരിക്കുന്നുണ്ട്. അതിഭീകരമായ അവസ്ഥയാണ്. ഇത് 1960-കളിലെ മരണനിരക്കുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യേണ്ടി വരും. അപ്പൊ അത്രയ്ക്ക് പിന്നോക്കം നമ്മൾ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. രണ്ടാമതായിട്ട്, വീട്ടിൽ പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യസങ്കല്പങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, പ്രസവിക്കുന്ന സ്ത്രീക്ക് ഈ പ്രസവം നടക്കുന്നതിന്റെ രീതിയെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ് ഈ പ്രസവിപ്പിക്കാൻ പോകുന്ന ആള് കൊടുത്തിരിക്കണം. അതായത് ചികിത്സകൻ കൊടുത്തിരിക്കണം. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ഈ സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്, ഈ ഇൻഫർമേഷൻ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്ത്രീ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കൺസെന്റ് കൊടുത്തിരിക്കണം. വീട്ടിൽ പ്രസവിക്കുമ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് കൺസെന്റ് ചെയ്തിരിക്കുന്നു എന്ന് സ്വതന്ത്രമായിട്ട് സ്ത്രീ കൊടുക്കണം. സ്ത്രീയുടെ ഭർത്താവോ മറ്റു വീട്ടുകാരോട് സമ്മർദ്ദം ഇല്ലാതെയാണ് ഈ കൺസെന്റ് കൊടുക്കേണ്ടത്. ഇമാതിരി കൺസെന്റ് ഉണ്ട്. ഈ സ്ത്രീകളുടെ എല്ലാ കാര്യത്തിന്റെ അകത്തും കൺസെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ റേപ്പിലും സ്ത്രീ പീഡനത്തിലൊക്കെ ഈ കൺസെന്റിനെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്. ഈ പ്രസവത്തിലും അത് വളരെ പ്രധാനമാണ്. മൂന്നാമത്തത്, ഈ പ്രസവത്തിന് അക്യുപഞ്ചറിസ്റ്റ് പറഞ്ഞിട്ട് വരുന്ന ആൾ 3 ആഴ്ചത്തെ പരിശീലനം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അയാൾക്ക് ഇതിനാവശ്യമുള്ള പ്രസവത്തിന്റെ ടെക്നിക്കിലുള്ള എക്സ്പെർട്ടൈസ് ആയി കൊണ്ടായിരിക്കണം. ഈ അക്യുപഞ്ചർ ഈ പ്രസവം ഒന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചെയ്യണം. അത് എക്സ്പെർട്ടൈസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പരിശീലനം ഉണ്ടായിരിക്കണം. അയാള് ഇത് പ്രാവർത്തികമായിട്ട് ചെയ്തിരിക്കണം. ഇത് റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം, അംഗീകൃതമായിട്ടുള്ളത് ചെയ്യണം. ഇത് നിയമം അങ്ങനെയാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതി നിയമം ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ നിയമം അങ്ങനെ തന്നെയാണ്. എനിക്ക് ബാക്കിയുള്ളവർ പുറത്ത് ചെയ്യുന്ന ഒരു തൊഴിലുണ്ടെങ്കിൽ അതിന്റെ റെക്കഗ്നേഷൻ ഉണ്ടായിരിക്കണം. എനിക്ക് വീട്ടിൽ ഇലക്ട്രിസിറ്റി കുടിക്കണമെങ്കിൽ പോലും അത് റെക്കഗ്നൈസ്ഡ് ഇലക്ട്രീഷ്യൻ ആയിരിക്കണം എന്ന് പറയുന്ന മാതിരിയാണ്. നാലാമത്തെ കാര്യം, അവിചാരിതമായിട്ടുള്ള ഒരു അടിയന്തര ഘട്ടം ഉണ്ടാകുകയാണെങ്കിൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കാനും ഇതിന്റെ പ്രതിവിധി ഉറപ്പിക്കാനും അതിന്റെ സന്നാഹങ്ങൾ ഒരുക്കാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കണം. അതായത് ഫേസിങ് അൺഎക്സ്പെക്ടഡ് എമർജൻസി. അതിൽ അഞ്ചാമത്തത്, ഈ ഞാൻ ചെയ്യുന്ന അക്യുപഞ്ചർ ചികിത്സ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന അക്യുപഞ്ചർ ചികിത്സ ഇവിടെ അല്ലാതെ ലോകത്ത് എവിടെയെങ്കിലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്താം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏത് ചികിത്സയ്ക്കും ആവശ്യമുള്ളത്. അക്യുപഞ്ചർ കൊണ്ട് ലോകത്ത് പ്രസവം എന്നല്ല, തുമ്മലും പോലും മാറ്റാൻ പറ്റുന്നില്ല. ഒരു സൂക്കേടിനും അക്യുപഞ്ചർ ഇന്ന് തെളിവുകളില്ലാത്ത ഒരു ചികിത്സയാണ്. ഇന്ത്യ ഇത് അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യൻ പാർലമെന്റിലെ ആരോഗ്യമന്ത്രി ഇത് ഒരു സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ് അല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു യൂണിവേഴ്സിറ്റിയും അക്യുപഞ്ചറിന്റെ കോഴ്സ് നടത്താൻ പാടില്ല എന്ന് വ്യക്തമായ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നിയമവിരുദ്ധവും അധാർമികവുമാണ്. ഇത് മനുഷ്യാവകാശത്തിന്റെ പുറത്തുള്ള വെല്ലുവിളിയാണ്. ഇത് ഞങ്ങൾ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇതിനെക്കുറിച്ചൊരു കേസ് നടത്തിയിട്ടുണ്ട്. അവർ ഇതിന്റെ വിധി ഉണ്ടായിട്ടുണ്ട്. സ്റ്റാൻഡ് അലോൺ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സെന്ററുകൾ ഇതിനായിട്ട് നടപടിയെടുക്കണമെന്ന് ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ നിലവിലുള്ള കാര്യങ്ങളാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാൻ സാധിക്കും. ഡോക്ടർ, ഇത് പറയുമ്പോഴും ഇതൊക്കെ ഇങ്ങനെ പ്രചരണം നടക്കുന്നു, താങ്കളുടെ സംഘടന അടക്കമുള്ളവർ കേസ് കൊടുക്കുന്നു, പരാതി കൊടുക്കുന്നു, ഇത്ര നീക്കങ്ങൾ ഉള്ളപ്പോഴും ഈ സംഘങ്ങൾ വ്യാപകമാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു ജാഗ്രതക്കുറവ് ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കാട്ടുന്ന ജാഗ്രത കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടി വരുന്നുണ്ടോ? അതെ, ഒന്ന് ഈ കാര്യക്ഷമമാക്കണം. രണ്ടാമത്തത്, ഇതിന്റെ ഈ പ്രോപ്പഗാൻഡ നടക്കുന്നത് ചില ഗ്രൂപ്പുകൾ കൂടിയാണ്. അതായത് കൂട്ടായ്മകൾ വികസിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഈ കൂട്ടായ്മകളും മറ്റ് മുഖ്യധാരയിലേക്ക് വരുന്നില്ല. ചെറിയ ചെറിയ കൂട്ടായ്മകൾ, ഒരു പ്രാദേശികമായിട്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് ഈ കൂട്ടായ്മകളിൽ കൂടിയാണ് ഈ ആശയം വികസിപ്പിക്കുന്നത്. മാത്രമല്ല,
ഇതിനൊരു ബാൻഡ് വാഗൺ ഇഫക്റ്റ് ഉണ്ട്. കാര്യം വീട്ടിൽ തന്നെ കുറച്ചുപേരുടെ സമ്മതം കിട്ടുമ്പം ഈ പൊതുസമ്മതം എന്നുള്ളത് ഒരു അധികാരത്തിന്റെ നിലയിലേക്ക് വരും. അമ്മാതിരിയാണ് ഇത് കൊണ്ടുവരുന്നത്. അത് കാരണം ഇത് ഒരിക്കലും നമ്മൾ പുറത്തറിയത്തില്ല. പുറത്തറിയുന്നത് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റുമ്പോഴാണ്. കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു 5-10 കൊല്ലം എടുക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 900, 700, 500 അത്രയൊക്കെ വീട്ടിലെ പ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ നടക്കുന്നുണ്ടാവും. ഇത്രയൊക്കെ റിപ്പോർട്ട് ചെയ്ത് വരും. റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എപ്പോഴും നടക്കും. അപ്പൊ ഈ റിപ്പോർട്ട് ചെയ്യുന്നതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. റിപ്പോർട്ട് ചെയ്യുന്നത് കണക്കുകൾ വരുമ്പോൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു അവിചാരിതമായിട്ട് എന്തെങ്കിലും സംഭവം വരുമ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, പത്രത്തിൽ വരികയും ചെയ്യുന്നത്. ശരി ഡോക്ടർ നന്ദകുമാർ, ഒരു കാര്യം ഇപ്പം നമ്മുടെ പ്രദീപ് ആന്റണി അക്യുപഞ്ചർ ചികിത്സകൻ കൂടി നമ്മുടെ ലൈനിലുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ഈ അക്യുപഞ്ചറിന്റെ മറവിലാണ് ഈ പറഞ്ഞ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിക്കപ്പെടുന്നത്. പക്ഷേ അത്തരമൊരു ചികിത്സാ രീതി അക്യുപഞ്ചറിൽ ഇല്ല എന്നാണ് പറയുന്നത്. പകരം അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം അക്യുപഞ്ചറിന് ചികിത്സാ രീതിയെ ഇവിടെ ഔദ്യോഗികമാക്കണം എന്നതാണ് അവരുടെ വാദം. അതുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാകുമോ? അതുകൊണ്ട് പ്രശ്നപരിഹാരമില്ല. ഇപ്പൊ തന്നെ ഔദ്യോഗികം ഉണ്ടല്ലോ. ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞേക്കുന്ന അക്യുപഞ്ചർ ഇസ് നോട്ട് എ സിസ്റ്റം ഓഫ് ഡിസീസ്, ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സിസ്റ്റം അല്ല, സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ല. പക്ഷെ അക്യുപഞ്ചർ ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ ആരോഗ്യ രംഗത്ത് രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാർ, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അംഗീകൃത പഠനവും അംഗീകൃത പരിശീലനവും സിദ്ധിച്ച ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യാം. അത് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഒന്നുകിൽ മോഡേൺ മെഡിസിൻ കൗൺസിലോ ആയുഷ് കൗൺസിലോ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാർക്ക്, അങ്ങനെ രജിസ്ട്രേഷൻ ഉള്ള ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അക്യുപഞ്ചർ ഉപയോഗിക്കാം. അത് സമ്മതിച്ചിട്ടുണ്ട്. അവിടെയാണ് സേഫ്റ്റി ഉള്ളത്. ഗവൺമെന്റ് സേഫ്റ്റിക്ക് വേണ്ടി, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സേഫ്റ്റിക്ക് വേണ്ടി അക്കാര്യം ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ വന്നിരുന്ന എല്ലാ കോടതി വിധികളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്, സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്, ഞങ്ങൾ തന്നെ വാങ്ങിച്ച മനുഷ്യാവകാശ കമ്മീഷനിലെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം ഇതേ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവണം. അക്യുപഞ്ചർ ചികിത്സന് ഏതെങ്കിലും വൈദ്യശാസ്ത്രത്തിന്റെ ഇതിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അവർ അതിൽ പഠിച്ചിരിക്കണം. പഠിച്ചതിന് ശേഷം രജിസ്ട്രേഷൻ എടുത്തിട്ട് അവർക്ക് നൈപുണ്യം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ നന്ദകുമാർ. ശ്രീ പ്രദീപ് ആന്റണി, താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ അക്യുപഞ്ചർ ചികിത്സയെ അതിനെ കൂടുതൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതൊരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുമെന്ന് താങ്കൾ പറയുന്നു. പക്ഷേ നിങ്ങളുടെ ഈ ചികിത്സാ രീതിയെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു മറുവശത്തു നിന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്? കാരണം സമൂഹ മാധ്യമങ്ങളിലെ നിരവധി വീഡിയോകളുണ്ട് ഇതിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട്. സമൂഹ മാധ്യമത്തില് ശരിക്കും പറഞ്ഞാൽ അതുപോലും ഇവിടെ ഗവൺമെന്റ് നിയന്ത്രണത്തിലല്ല ഉള്ളത്. ആർക്കും എന്തും പറയാവുന്ന ഒരു പ്രവണതയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹം തൊട്ട് മുമ്പേ സൂചിപ്പിച്ച ഡോക്ടർ സൂചിപ്പിച്ചതിൽ 1-2 കാര്യങ്ങൾ എനിക്ക് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഒന്നാമത്തെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു, അക്യുപഞ്ചർ ചികിത്സയിൽ പ്രസവം എടുക്കൽ എന്ന് പറയുന്ന അക്യുപഞ്ചർ ചികിത്സയുടെ പരിധിയിൽ വരുന്നതല്ല. അത് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. പിന്നെ ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങൾ അക്യുപഞ്ചർ ഒരു സിസ്റ്റം ഓഫ് മെഡിസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. 1996 വെസ്റ്റ് ബംഗാളും 2017 മഹാരാഷ്ട്രയും. ഈ 2 സ്ഥലത്തും അക്യുപഞ്ചർ കൗൺസിൽ നിലവിലുണ്ട്. ഇപ്പോൾ റീസെന്റ് സെൻട്രൽ ഗവൺമെന്റ് അക്യുപഞ്ചർ റെക്കഗ്നൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു അപെക്സ് കമ്മിറ്റി ഓൺ അക്യുപഞ്ചർ ഫോം ചെയ്തതു. അതിലൊരു മെമ്പർ കൂടെയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യം വിശദമായി സംസാരിക്കാം. അക്യുപഞ്ചറിനെ ഒരു സിസ്റ്റം ഓഫ് മെഡിസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യം ഗവൺമെന്റ് പരിഗണിച്ചിരിക്കുകയാണ്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇതിനിടയ്ക്ക് അലൈഡ് ഹെൽത്ത് കെയറിന്റെ അണ്ടറിൽ കൊണ്ടുവരണം എന്നും ഒരു വാദം വന്നു. ഇത് രണ്ടും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അന്തിമ തീരുമാനം ഉടനെ പുറത്തു വരും എന്നാണ് ഞങ്ങൾ അറിയുന്നത്. എന്തായാലും ഈ 2 സ്റ്റേറ്റിൽ അക്യുപഞ്ചർ റെക്കഗ്നൈസ് ചെയ്തിരിക്കുകയാണ്. ഈ 2 സ്റ്റേറ്റിലും അക്യുപഞ്ചറിന് കൗൺസിലുണ്ട്, അവിടെ രജിസ്ട്രേഷനും ഉണ്ട്. ഈ 2 സ്റ്റേറ്റിൽ അക്യുപഞ്ചർ ഇല്ലീഗൽ പ്രാക്ടീസ് നടക്കുന്നില്ല. ഇവിടെ കേരളത്തിൽ അക്യുപഞ്ചറിന് നിയമമില്ല. നിയമമില്ലാത്തടത്തോളം കാലം ആർക്കും എന്തും ചെയ്യാവുന്ന, ഇദ്ദേഹം പറഞ്ഞ 2003 ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ ജിയോ പ്രകാരം അക്യുപഞ്ചറിന് ഒരു മോഡ് ഓഫ് തെറാപ്പി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ 2 ക്രൈറ്റീരിയ പറയുന്നുണ്ട് അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. 1, ഏതെങ്കിലും മെഡിക്കൽ സിസ്റ്റത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. 2, അപ്രോപ്രിയേറ്റ്ലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഇത് രണ്ടും ശരിയായ ഒരു നിയമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഏതെങ്കിലും സിസ്റ്റത്തിൽ ക്വാളിഫൈ ആയ ആൾക്കാർ എങ്ങനെയാണ് അക്യുപഞ്ചർ ചെയ്യുക? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്, അപ്രോപ്രിയറ്റ്ലി ട്രെയിൻഡ് എന്താണ് എന്നുള്ളത് അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് അക്യുപഞ്ചറിന്റെ പേരിൽ ഇങ്ങനെയുള്ള പ്രചരണം നടത്തുകയും അതിന്റെ പേരിൽ പ്രസവങ്ങൾ വീട്ടിലെടുക്കുകയും മരുന്ന് 100% നിഷേധിക്കുകയും, അക്യുപഞ്ചർ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. അക്യുപഞ്ചർ മരുന്ന് ഒഴിവാക്കാൻ പറയുന്നില്ല. അതായത് ലോകാരോഗ്യ സംഘടന അക്യുപഞ്ചർ ഉപയോഗിച്ച് ചികിത്സിക്കാവുന്ന 4 ഗ്രൂപ്പ് ഡിസീസസ് ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡേൺ മെഡിസിൻ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മാത്രം
ആ മെഡിസിന്റെ സഹായത്തോടുകൂടി മാത്രം അക്യുപഞ്ചർ ട്രൈ ചെയ്യാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ്. ശരി, എന്തായാലും താങ്കൾ എനിക്ക് വ്യക്തമാകുന്നുണ്ട്. താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ അക്യുപഞ്ചർ ചികിത്സാ രീതിയെ തെറ്റിദ്ധരിപ്പിച്ച് അതിനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ നന്ദകുമാർ, ഈ പുതിയ സാഹചര്യത്തിൽ നമുക്കറിയാം ഈ മലപ്പുറത്തുണ്ടായ സംഭവം, ആ പെരുമ്പാവൂരെ യുവതിയുടെ മരണം, ഈ സംഭവത്തിൽ ഇപ്പോൾ ആ ഭർത്താവിനെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുമായ സംഭവങ്ങൾ നിരവധി ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകാനുള്ള ഒരു നീക്കം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെന്ന് അറിയുന്നു. അങ്ങനെ എന്ത് തരത്തിലുള്ള നീക്കങ്ങളാണ്? കാരണം ഇത്തരം പരാതികൾ ഉണ്ടായിട്ട് കൂടി ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പം ഈ അക്യുപഞ്ചർ പ്രൊമോട്ട് ചെയ്യുന്ന, രഹസ്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന, മരുന്ന് വേണ്ട, ചികിത്സ വേണ്ട, സേഫ്റ്റി വേണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന സംഘടനകൾക്കെതിരായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിലേക്ക് അടുത്ത ഏതാനും ദിവസത്തിനകത്ത് അത് സമർപ്പിക്കും. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി പോയി കഴിഞ്ഞു. അപ്പൊ അതിന് എന്തെങ്കിലും നടപടി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് മുമ്പുള്ള പരാതിയിലാണ് ഇത്രയൊക്കെ ഉണ്ടായത്. ഞങ്ങൾ തീർച്ചയായിട്ടും മുമ്പോട്ട് പോകും. ഇത് തീർച്ചയായിട്ടും ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ നടപ്പിലാക്കുന്നത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പൊതുസമൂഹം സിവിക് റെസ്പോൺസ് ആയിട്ട് തന്നെ വരേണ്ട ഒരു ഘട്ടമാണിത്. അതല്ലാതെ കുറെ സ്ത്രീകളൊക്കെ മരിച്ചു പൊക്കോട്ടെ എന്നും പറഞ്ഞിട്ട് നമുക്ക് കൈകെട്ടി നിൽക്കാനൊക്കത്തില്ല. അക്യുപഞ്ചർ ഇത് കൗൺസിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പാർലമെന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇദ്ദേഹം പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൗൺസിലിനൊന്നും ലീഗൽ സാങ്ക്ടിറ്റി ഒന്നുമില്ല. കേരളത്തിലും അസംബ്ലി പല കൗൺസിലുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊന്നും ലീഗൽ സാങ്ക്ടിറ്റി എടുത്തില്ല. എപ്പോഴും പാർലമെന്റ് പാസ്സാക്കുന്നതാണ്. 2017 അപെക്സ് ബോഡി ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. അപെക്സ് ബോഡി ഒരു പ്രാവശ്യം പോലും മീറ്റ് ചെയ്തിട്ടില്ല. അവർ റിപ്പോർട്ടും കൊടുത്തിട്ടില്ല. റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. റിപ്പോർട്ട് കൊടുത്ത് അപെക്സ് ബോഡി തന്നെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയാണ്. അതാണ് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ്. അത് വെച്ചുകൊണ്ട് ഒരു പുതിയ നിയമനിർമ്മാണം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പാർലമെന്റ് കഴിഞ്ഞ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ 2023 വരെയുള്ള 24 വരെയുള്ള പാർലമെന്റ്. ആ പാർലമെന്റിൽ മന്ത്രി പറഞ്ഞത് ഇറ്റ്സ് ഓൺലി എ മോഡ് ഓഫ് കെയർ എന്നാണ് പറഞ്ഞത്. മോഡ് ഓഫ് ട്രീറ്റ്മെന്റ്, നോട്ട് എ സിസ്റ്റം ഓഫ് മെഡിസിൻ. ഇത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ശരി, താങ്ക്സ്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ നന്ദകുമാർ. എന്തായാലും ഈ വിഷയത്തിൽ നമ്മുടെ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ഊർജിതമാവണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണുള്ളത്. ഞങ്ങൾ ഈ വീടിനുള്ളിൽ പ്രസവം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന പല ഗ്രൂപ്പുകളെയും ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പലരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആരും തന്നെ ഫോണിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതുകൊണ്ടുകൂടെയാണ് അവരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാൻ കഴിയാതെ വന്നത്. പക്ഷേ സംസ്ഥാനത്ത് ഇത്തരം സംഖ്യകൾ വ്യാപകമാണ്. അക്യുപഞ്ചർ അക്കാഡമി എന്ന തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട്. അത്തരം നിരവധി സംവിധാനങ്ങളുണ്ട്. ഇവരെയൊക്കെ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഇവരിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. പക്ഷേ എന്തായാലും ഓർമ്മപ്പെടുന്ന ഒരു കാര്യം, ഇത്തരം ചില ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ ഇതിലേക്ക് വരുന്നത്. പക്ഷേ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടൽ വേണം. ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നത് ആരാണെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടണം. അതിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ ഒരു സമുദായത്തിൻ്റെയോ പേരിലല്ല അത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. മറിച്ച് ഇത്തരം സംഘങ്ങൾ വാക്സിനെതിരെയും ചികിത്സാ രീതികൾക്കെതിരെയും പ്രചരണം നടത്തുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമാണ്. അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടണം.